അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച് നല്ല ടേസ്റ്റിയായി കപ്പ മീൻ കറി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചു. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മൈ സ്പേസ് ത്രിനി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കപ്പ മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ആ പുഴുങ്ങിയ കപ്പയും മസാലയും മീനും കൂടിയിട്ടുള്ള ആ റെസിപ്പി ഉണ്ടല്ലോ, വേറെ ലെവലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. തീ കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചീനി കൊത്തി അരിഞ്ഞ വെള്ളം ഒഴിച്ച് ആവശ്യത്തിനോട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി വേഗട്ടെ. നമുക്ക് ഈ തേങ്ങ ഇതിനകത്ത് ചേർക്കാം. ഇതിനുള്ള മസാലകളാണ് പറയുന്നത്. മഞ്ഞൾപ്പൊടി ശകലം, മുളക് പൊടി അത് ഒരു അര സ്പൂണും, കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക്, ശകലം ജീരകം, ഒരു ശകലം മല്ലിപ്പൊടിയും കൂടെ വേണം. നമുക്കിതെല്ലാം കൂടെ ആട്ടിയെടുത്തിട്ട് വരാം. ഇതാണ് പരുവം. കൂടുതൽ അരഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഇതിനകത്തേക്ക് കൊച്ചുള്ളി, വെളുത്തുള്ളി, കുറച്ച് കരിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. ചീനി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ടുണ്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും റെസിപ്പി മറന്നു പോകാതിരിക്കാൻ വേണ്ടി സേവ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഇപ്പോൾ ഇത് അരവേവ് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തിരിക്കുന്ന വെള്ളം നമുക്ക് ഊറ്റി മാറ്റാം. എല്ലാം അല്ല, കുറച്ച് വെള്ളം എടുത്ത് കളയാം. ഇതിനകത്തിരുന്ന വെള്ളം നമ്മൾ ഏകദേശം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ശകലം വെള്ളമേ ഉള്ളൂ. ഈ സമയം നമുക്ക് ഉപ്പിടാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതായത് ഇപ്പോഴൊക്കെ കപ്പ ബിരിയാണിയൊക്കെ വരുന്നുണ്ടല്ലോ, ഇതൊക്കെ പഴയ കാലത്തുള്ളതാണ്. ഒരു പ്രാവശ്യം എല്ലാവരും കൂടെ ഒന്ന് ഉണ്ടാക്കി തിന്ന് നോക്കണം. ഇനി ഇതിലേക്കാണ് നമ്മൾ മീൻ ഇടുന്നത്. ഇത് നൊത്തോലി മീനാണ്. ഈ മീൻ നമുക്ക് ഇതിനകത്ത് ഇടാം. ഈ മീൻ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഇത് നല്ല വൃത്തിയിൽ വേവിക്കാം. നമുക്കിതൊന്ന് വെന്തോ നോക്കാം. ഏകദേശം വേവായി വരുന്നുണ്ട്. ഒത്തോലിയൊക്കെ വെന്ത് നല്ലോണം ഉടഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്കാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന മസാലകൾ ചേർക്കുന്നത്. ഈ മസാല നമുക്ക് ചേർക്കാം. ഇതാണ് മസാല. നേരത്തെ നമ്മൾ അരച്ച അരപ്പ്, അതായത് നമ്മൾ അവിയലിന് അരയ്ക്കുന്നതിനെക്കാട്ടിയും ശകലം കൂടെ അരയ്ക്കണം, അത്രയേ ഉള്ളൂ. കൂടുതൽ അരയ്ക്കാൻ പാടില്ല. ഈ അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് പുളിയാണ്, പുളിവെള്ളമാണ്. ഈ വെള്ളം കൂടെ നമ്മൾ ഇതിനകത്ത് ഒഴിക്കുകയാണ്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണിത്. പഴയ കാലത്തെ ഒരു ചീനിക്കറിയാണിത്. ചിലരൊന്നും ഇപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാറില്ല. ഇതൊരു കൊല്ലക്കാരുടെ സ്പെഷ്യലാണ്. ഇതൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പോഴൊക്കെ വരുന്നുണ്ട് കപ്പ ബിരിയാണി, ഇറച്ചിയൊക്കെ ഇട്ടിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഇത് ഈ നൊത്തോലിയല്ല, സ്രാവോ പിന്നെ ചെറിയ അയിലക്കുഞ്ഞോ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിതിനകത്ത് ചേർക്കുക. നൊത്തോലിക്ക് പകരം ഏറ്റവും നല്ലത് സ്രാവാണ്. സ്രാവിട്ട് വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് കൂടെ വേവട്ടെ. തുറന്ന് നോക്കാം. അതിന് അടി പിടിക്കാതെ സൂക്ഷിക്കുക. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കാം കണക്കാണോന്ന്. ഈ അരപ്പൊക്കെ അരകല്ലിൽ അരച്ചെടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് വരുന്നത്. ഈ ചീനിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉടച്ചെടുക്കാം. പക്ഷേ ചവയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ചീനി എല്ലാം കൂടെ ഉടച്ചു കളഞ്ഞാൽ ഒരു ഇത് കാണത്തില്ല. അതുകൊണ്ട് ഈ ചീനി ഇങ്ങനെ കുറച്ചൊക്കെ നമ്മൾ വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഒരെണ്ണം ഇച്ചിരി ഉടയ്ക്കണം. കിഴങ്ങറി വയ്ക്കുന്ന നമുക്ക് ഇനി വളരെ തീ കുറച്ച് ഉപ്പൊക്കെ പരുവാണോ നോക്കിയിട്ട് തീ അണച്ചിടാം. അപ്പോൾ അതാ നമ്മുടെ കപ്പ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ലല്ലോ. പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ടേക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ വീഡിയോ ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. ബി പോസിറ്റീവ്, സ്റ്റേ ഹെൽത്തി. ബൈ, സീ യു ഓൺ നെക്സ്റ്റ് ടൈം.